പ്രൈസ് ദി ലോർഡ്. വീണ്ടും ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുമ്പാകെ കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി ഞാൻ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത റിസ്റ്റോറേഷനെ കുറിച്ചാണ്. ഗോഡ് ഇസ് എ ഗോഡ് ഓഫ് റിസ്റ്റോറേഷൻ. ഈ ഒരു സീസൺ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, നിങ്ങളോട് ദൈവം സംസാരിക്കുകയാണ്. ഐ ആം എ ഗോഡ് ഓഫ് റിസ്റ്റോറേഷൻ. ദൈവം നമ്മളോട് സംസാരിക്കുന്നു, ഐ ആം ദ ഗോഡ് ഓഫ് റിസ്റ്റോറേഷൻ. ജഹോവ എൽ അഷീം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-2 വചനങ്ങൾ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഭൂമി പാഴായും ശൂന്യമായിരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ച് വെളിച്ചമുണ്ടായി. ഒരു അന്ധതമസ്, ഇരുട്ടായിരുന്ന ഒരു ഭൂമിയെ, പാഴും ശൂന്യായ ഭൂമിയെ, ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു. നമുക്ക് കാണാൻ കഴിയും, എല്ലാം പാഴും ശൂന്യായിരുന്നു, ഇരുളായിരുന്നു ഭൂമിയിലുണ്ടായിരുന്നത്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു. ദൈവത്തിന്റെ ശബ്ദം ഉണ്ടായി, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ഒരു റിസ്റ്റോറേഷൻ അവിടെ സംഭവിച്ചു. വെളിച്ചമുണ്ടായി. പാഴും ശൂന്യമായിരുന്ന ഭൂമിയെ ദൈവം പുനഃസ്ഥാപിച്ചു. റിസ്റ്റോറേഷൻ ഉണ്ടായി. ദൈവം പാഴും ശൂന്യമായിട്ടല്ലായിരുന്നു ഭൂമിയെ സൃഷ്ടിച്ചത്. ഞാൻ അതിലേക്ക് കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. പക്ഷെ അത് പാഴും ശൂന്യമായി തീർന്നു ചില കാരണങ്ങളാൽ. പക്ഷെ ദൈവം അത് റിസ്റ്റോർ ചെയ്തു. വീണ്ടും നമുക്ക് വെളിപ്പാട് പുസ്തകം അവസാന 2 അധ്യായത്തിലേക്ക് വരുമ്പോഴും വീണ്ടും ദൈവം റിസ്റ്റോറേഷൻ കൊണ്ടുവരുന്ന കാണാം ഈ ഭൂമിയിൽ. ഗോഡ് ഇസ് എ ഗോഡ് ഓഫ് റിസ്റ്റോറേഷൻ. ഗോഡ് ലവ്സ് ടു റിസ്റ്റോർ whatever we lost in our life. സൈത്താൻ എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്നെല്ലാം എടുത്തു കളഞ്ഞോ അതെല്ലാം ദൈവം റിസ്റ്റോർ ചെയ്തു തരാൻ ആഗ്രഹിക്കുന്നു. ദൈവം എന്തിലൊക്കെ റിസ്റ്റോർ ചെയ്യാം? ഒത്തിരി കാര്യങ്ങൾ ദൈവം റിസ്റ്റോർ ചെയ്യുന്നു. ദൈവത്തിന് എല്ലാം റിസ്റ്റോർ ചെയ്യാൻ കഴിയും. നിങ്ങളുടെ ഹെൽത്ത്, ഒന്നാമത് നിങ്ങളുടെ ഹെൽത്ത്. ഗോഡ് ക്യാൻ റിസ്റ്റോർ എ ഹെൽത്ത്. പലരും പല ഹെൽത്ത് ഇഷ്യൂസിലൂടെ കടന്നു പോകുന്നു. പക്ഷെ ഗോഡ് ക്യാൻ ഹീൽ ആൻഡ് ഗോഡ് ക്യാൻ ഗിവ് യു ഹെൽത്ത്. റിസ്റ്റോറേഷൻ ദൈവത്തെ നൽകാൻ പറ്റും. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 30:17 ഇങ്ങനെയാ വായിക്കാൻ കഴിയുന്നത്. ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച്. അപ്പോ നമുക്ക് പല മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. ഇന്റേണൽ, ഫിസിക്കൽ ഒക്കെ മുറിവുകൾ. പല ഹീലിങ്സ് നമുക്ക് ആവശ്യമാണ്. ദൈവം പറയുന്നു, നിങ്ങൾക്ക് ഹീലിംഗ് നിങ്ങൾക്ക് വരുത്തുകയും നിനക്ക് ആരോഗ്യം, നിനക്ക് ഹീലിംഗ് മാത്രമല്ല നിനക്ക് ആരോഗ്യം വരുത്തുകയും ചെയ്യും. ഹീലിംഗ് ആൻഡ് ഹെൽത്ത് ദൈവം നമുക്ക് തരും. ജീസസ് ഈസ് അവർ ഹീലർ. സുവിശേഷങ്ങളിൽ പലയിടങ്ങളിൽ കാണാം, ജീസസ് ഹീൽ ദം ഓൾ ബിക്കോസ് ഓഫ് കമ്പാഷൻ ടുവേഴ്സ് ദം. ദൈവത്തിന് നമ്മളോട് കമ്പാഷൻ ഉണ്ട്. ദൈവത്തിന് നമ്മളോട് സ്നേഹമുണ്ട്. നമ്മൾ ഈ രോഗിയായിട്ടിരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം നിങ്ങൾ രോഗിയായിട്ടിരിക്കാനോ ഹല്ലേലൂയ ആരോഗ്യമില്ലാതെ നടക്കുവാനല്ല ദൈവത്തിന്റെ ആഗ്രഹം. പിശാചാണ് മോഷ്ടിക്കുന്നവൻ, പിശാചാണ് അറക്കുന്നവൻ, പിശാചാണ് നിങ്ങളെ ഡിസ്ട്രോയ് ചെയ്യുന്നവൻ. രണ്ടാമത്, God can restore your finances. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സകലം, ചിലർ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നുണ്ടാവാം, ചില വരുമാന മാർഗങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലങ്ങൾ നഷ്ടപ്പെട്ട് പോയതിരിക്കാം, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട അനേക കാര്യങ്ങളായിരിക്കാം. പക്ഷെ ദൈവം ഗോഡ് ഈസ് ഇൻട്രസ്റ്റഡ് ടു റിസ്റ്റോർ അവർ ഫിനാൻസസ്. ഹല്ലേലൂയ. നമ്മൾക്ക് പാരമ്പര്യമായിട്ട് നഷ്ടപ്പെട്ട സ്ഥലങ്ങൾ, നഷ്ടപ്പെട്ട സമ്പത്ത്, ഇതെല്ലാം ദൈവത്തിന് റിസ്റ്റോർ ചെയ്യാൻ കഴിയും. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു. One of the famous stories about ജോബ്. യോബിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. യോബ് വലിയ സമ്പന്നനായിരുന്നു. യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ കാണാം, ഹി വാസ് റിച്ചസ്റ്റ്. യോബ് സകല പൂർവ്വ ദിഗ്വാസികളിലും ഏറ്റവും മഹാനായിരുന്നു. ഹി വാസ് ദി ഗ്രേറ്റസ്റ്റ് ആൻഡ് ഹി വാസ് ദ റിച്ചസ്റ്റ് ഓഫ് ഓൾ മെൻ ഓഫ് ദി ഈസ്റ്റ് എന്നാണ് ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുന്നത്. ഹി വാസ് വൺ ഓഫ് ദി റിച്ചസ്റ്റ് മാൻ ഓൺ എർത്ത് അറ്റ് ദാറ്റ് ടൈം. പക്ഷേ യോബിന്റെ ജീവിതത്തിൽ പിശാച് ഒരു ദിവസം കൊണ്ട് യോബിനുള്ള സകലതും, യോബിന്റെ പ്രാണൻ വിട്ടേച്ച്, ദൈവം പറഞ്ഞു അവന്റെ പ്രാണനെ തൊട്ടേക്കരുത്, അവൻ പ്രാണൻ മാത്രം ഹല്ലേലൂയ സ്പെയർ ചെയ്ത് ബാക്കി സകലതും ഒറ്റ ദിവസം കൊണ്ട് പിശാച് എടുത്തു കളഞ്ഞു. യോബിന് വലിയ സമ്പത്ത് ഉണ്ടായിരുന്നു, ആടുമാടുകൾ ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ആടുമാടുകളായിരുന്നു സമ്പത്ത് നിശ്ചയിക്കുന്നത്. അതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് പിശാച് തീയിറക്കി അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. അതിലെല്ലാം അപ്പുറമായിട്ട് യോബിന് 10 മക്കളുണ്ടായിരുന്നു. 10 മക്കളും ഒറ്റ ദിവസം കൊണ്ട് മരിച്ചു. യോബിനെ വലിയ രോഗം ബാധിച്ചു. രോഗശീലിച്ചവനായി യോബ് ഇരുന്നു, അനേകം നാളുകളിരുന്നു. ഹല്ലേലൂയ. ഇതിലൊന്നും യോബ് ദൈവത്തെ കുറ്റപ്പെടുത്തിയില്ല. യോബ് ദൈവസന്നിധി നിഷ്കളങ്കനായിരുന്നുകൊണ്ട്
ദൈവത്തെ വിശ്വസിച്ചത് കൊണ്ട് എൻ്റെ ദൈവത്തിന് സകലം റിസ്റ്റോർ ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ ദൈവം വലിയവനാണ് എന്ന് ദൈവത്തിൽ വിശ്വസിച്ച ഇയ്യോബിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തി ഇയ്യോബിന്റെ പുസ്തകം ഏറ്റവും അവസാന അധ്യായം 42-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവ ഇയ്യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തെക്കാൾ അധികം അനുഗ്രഹിച്ചു. അവന് 14,000 ആടും, നേരത്തെ 7,000 ആയിരുന്നു. 6,000 ഒട്ടകവും, നേരത്തെ 3,000 ആയിരുന്നു. 1,000 ഏർക്കാളയും 1,000 പെൺകഴുതയുണ്ട്. എല്ലാം ദൈവം ഈ സമ്പത്ത്, അസെറ്റ്സ്, ഹല്ലേലൂയ, ആടുമാടുകളെല്ലാം ഇരട്ടിയാക്കി ദൈവം കൊടുത്തു. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായി. അതിന്റെ 15-ാം വാക്യം: ഇയ്യോബിന്റെ പുത്രിമാരെ പോലെ സൗന്ദര്യമുള്ള സ്ത്രീകൾ ദേശത്തെങ്ങും ഉണ്ടായിരുന്നില്ല. അവരുടെ അപ്പൻ അവരുടെ സഹോദരന്മാരോടുകൂടി അവർക്ക് അവകാശം കൊടുത്തു. ഈ കഷ്ടങ്ങളിലൂടെ ഇയ്യോബ് കടന്നു പോയതിനു ശേഷം ഇയ്യോബ് 140 സംവത്സരം ജീവിച്ചിരുന്നു. അവൻ മക്കളെയും മക്കളുടെ മക്കളെയും 4 തലമുറയോളം കണ്ടു. അങ്ങനെ ഇയ്യോബ് വൃദ്ധനും കാലസമ്പൂർണനുമായി മരിച്ചു. ഹല്ലേലൂയ, ദൈവത്തിന്റെ പദ്ധതി ഇതാണ് ദൈവമക്കളെ. ഹല്ലേലൂയ, സ്തോത്രം. ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് റിസ്റ്റോറേഷൻ. ഇയ്യോബിനെ പോലെ നമുക്ക് ആർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇയ്യോബിന് നഷ്ടപ്പെട്ടത് ഇതുപോലെ റിസ്റ്റോർ ചെയ്യാൻ കഴിയുന്ന ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഹി ഈസ് ദ ഗോഡ്, ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. ഹല്ലേലൂയ, അവന് സ്വഭാവത്തിൽ മാറ്റമില്ല. ഹി ഈസ് എ ഗോഡ് ഓഫ് റിസ്റ്റോറർ. ഇയ്യോബിന്റെ ജീവിതത്തിൽ റിസ്റ്റോറർ ആയിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് റിസ്റ്റോറർ ഇഫ് യു ബിലീവ്. മൂന്നാമത്, ഗോഡ് ക്യാൻ റിസ്റ്റോർ യുവർ ടൈം. ഗോഡ് ക്യാൻ റിസ്റ്റോർ ഇയേഴ്സ്. അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടിക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. വെട്ടുക്കിളി, വിട്ടില്, തുള്ളൻ, പച്ചപ്പുഴു, ഇതെല്ലാം അവരുടെ ഹാർവെസ്റ്റ് എടുത്തു കളഞ്ഞതാ. ഹല്ലേലൂയ, ദൈവം ആ ഹാർവെസ്റ്റിനെ മടക്കി തരുമെന്നല്ല പറയുന്നത്. ഹല്ലേലൂയ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഇയേഴ്സ്, നഷ്ടപ്പെട്ടു പോയ സംവത്സരം, നമ്മുടെ ഹാർവെസ്റ്റിനേക്കാൾ വലിയതാണ് നമുക്ക് ആ ഇയേഴ്സ്, ആ ടൈം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഒരു ടൈമിന്റെ വില എന്താണെന്ന് 100 മീറ്റർ റേസ് ഓടിയ, അല്ലെങ്കിൽ അതിൽ 0.000 സെക്കൻഡുകൾക്കായിരിക്കും അവർക്ക് മെഡൽ നഷ്ടപ്പെടുന്നത്. ആ ഒരു അത്ലറ്റിന് അറിയാം അതിന്റെ വില, ഒരു ടൈമിന്റെ വില. നമ്മളെപ്പോഴും കേട്ടിരിക്കുന്ന വാക്കുകളാണ്: കൈവിട്ട കല്ലും വാവിട്ട വാക്കും, നഷ്ടപ്പെടുത്തിയ സമയവും നമുക്ക് തിരിച്ചു കിട്ടില്ല എന്നാണ് പറയാറ്. പക്ഷെ ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു, അവിടെ പോലും പ്രത്യാശയുണ്ട്. സമയം പോലും ദൈവത്തിന് തിരിച്ചു തരാൻ പറ്റും. നിങ്ങളുടെ സംവത്സരങ്ങളെ ദൈവത്തിന് എക്സ്റ്റെൻഡ് ചെയ്ത് തരാൻ പറ്റും. അല്ല, ഇയ്യോബിന്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടില്ലേ, ഹിസ്കിയാന്റെ ജീവിതം 15 വർഷം ദൈവം നീട്ടിക്കൊടുത്തു. ഇയ്യോബ് ചിലപ്പോൾ അതിന് മുമ്പ് മരിക്കേണ്ട ഒരു വ്യക്തി ആയിരുന്നായിരിക്കാം. പക്ഷെ ഈ കഷ്ടങ്ങളിലൂടെ എല്ലാം കടന്നുപോയ ഇയ്യോബിന്റെ ജീവിതത്തിൽ വീണ്ടും ദൈവം വലിയൊരു കാലയളവ് നീട്ടിക്കൊടുത്തു. വലിയൊരു കാലയളവ്, 140 സംവത്സരം ഇയ്യോബ് കഷ്ടങ്ങൾക്ക് ശേഷം ജീവിച്ചിരുന്നു. നിങ്ങളുടെ സംവത്സരങ്ങളെ ദൈവത്തിന് എക്സ്റ്റെൻഡ് ചെയ്ത് തരാൻ പറ്റും. സംവത്സരങ്ങൾ അങ്ങനെ ദൈവത്തിന് മടക്കി തരാൻ പറ്റും. God can renew, restore our lost time and years. God can restore our joy of salvation. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായിരിക്കാം. വിശ്വസിക്കാത്തവർ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക മാത്രമേ രക്ഷയ്ക്കുള്ള മാർഗമുള്ളൂ. മറ്റൊരുത്തിന് രക്ഷയില്ല. കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ രക്ഷയ്ക്കായി ഈ ഭൂമിയിൽ, ഹല്ലേലൂയ, മനുഷ്യർക്കിടയിൽ ആകാശത്തിന് കീഴിൽ മറ്റൊരു നാമമില്ല എന്ന് ദൈവത്തിന്റെ വചനം സ്പഷ്ടമായിട്ടും പറയുന്നു. സങ്കീർത്തനം 51 ദാവീദിന്റെ ഒരു ഫേമസ് പ്രാർത്ഥനയാണ്. ദാവീദ് ബത്ശേബയുമായിട്ട് പാപം ചെയ്തു, ദൈവത്തിൽ നിന്ന് അകന്നു എന്ന് ദാവീദിന് തോന്നിയ സമയത്ത് നാഥാൻ പ്രവാചകൻ വന്ന് ദാവീദിനെ കറക്റ്റ് ചെയ്യുന്നു. ദാവീദ് ദൈവസന്നിധിയിൽ കിടന്ന് കരയുകയും പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അവിടെ ദാവീദ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രധാനപ്പെട്ട 2 വാക്യങ്ങൾ: ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനിൽ പുതുക്കണമേ, പുതുക്കണമേ. റിന്യൂ എ റൈറ്റ് സ്പിരിറ്റ് വിത്തിൻ മീ. റിന്യൂ. ഹല്ലേലൂയ. നമ്മൾ ഈ വർഷത്തിന് ഇട്ടിരിക്കുന്ന റിസ്റ്റോർ, റിന്യൂവൽ ആൻഡ് റിവൈവൽ. റിസ്റ്റോറേഷൻ, റിന്യൂവൽ ആൻഡ് റിവൈവൽ. എൻ്റെ ഒരു പുതിയൊരു ഹൃദയമാക്കി കർത്താവെ മാറ്റണമേ. ഒരു റൈറ്റ് സ്പിരിറ്റ് എൻ്റെ ഉള്ളിൽ അങ്ങാക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ നിന്ന് എടുക്കരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനെ താങ്ങണമേ.
Restore unto me the joy of your salvation and uphold me with thy free spirit. നമുക്ക് രക്ഷ ഉണ്ടായിരിക്കാം, പക്ഷെ പലപ്പോഴും ആ രക്ഷയുടെ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ കഴിയാറില്ല. പലപ്പോഴും ദൈവമായിട്ട് നമ്മൾ അകന്നുമ്പോൾ സിൻ ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ അനുഭവിക്കാറുള്ള ഒരു കാര്യമാണ് ആ രക്ഷയുടെ സന്തോഷം നമ്മൾ നഷ്ടപ്പെടുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ, പത്രോസ് പ്രസംഗിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, റിപ്പന്റ്, converted, and God will send the times of refreshing. ദാവീദ് റിപ്പന്റ് ചെയ്ത പോലെ ദൈവസന്നിധിയിൽ നമുക്ക് റിപ്പന്റ് ചെയ്യാം. ദൈവമായിട്ടുള്ള നമ്മൾ ബന്ധങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എന്തെല്ലാം നമുക്ക് സ്പിരിച്വൽ നഷ്ടങ്ങൾ, ആ സ്പിരിച്വലായിട്ട് ദൈവമായിട്ട് നമ്മൾ അകന്നിട്ടുണ്ടെങ്കിൽ, നമുക്ക് രക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ, മുടിയനായ പുത്രൻ ഹല്ലേലൂയ അപ്പന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ പുത്രൻ എന്ന പദവി നഷ്ടപ്പെട്ടില്ല, പക്ഷെ അവൻ അപ്പന്റെ ഭവനത്തിലുള്ള സന്തോഷം അവന് നഷ്ടപ്പെട്ടു. ആ അപ്പന്റെ ഭവനത്തിലുണ്ടായിരുന്ന ആ ഒരു സെലിബ്രേഷൻ അവന് നഷ്ടപ്പെട്ടു. അവന് സകലം നഷ്ടപ്പെട്ടു. പിന്നത്തേത് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അവൻ വീണ്ടും മടങ്ങി വരുമ്പോൾ അവന്റെ അപ്പൻ പുത്രനായിട്ട് തന്നെയാണ് മടക്കി വരുന്നത്. പുത്രത്വം നശിച്ചില്ല, പക്ഷെ രക്ഷയുടെ സന്തോഷം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നു. ആ നഷ്ടപ്പെട്ടതും ദൈവം റിസ്റ്റോർ ചെയ്ത് വരാൻ, ആ മുടിയനായ പുത്രന് റിസ്റ്റോറേഷൻ ഉണ്ടായതുപോലെ നമ്മുടെ ജീവിതത്തിൽ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ ജീവിതത്തിൽ ഒരു റിസ്റ്റോറേഷന്റെ കാലഘട്ടമാണ് എന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വീണ്ടും നിങ്ങളെ മടക്കി വിളിക്കുകയാണ്. Come unto Jesus. Come unto Jesus. He is a good God. Hallelujah. നിങ്ങളെ എത്ര തെറ്റിപ്പൊഴിഞ്ഞു പോയാലും, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങൾ ദൈവത്തോട് അകന്നകന്ന് മാറുമല്ല, നിരാശയിൽ അകന്നകന്ന് മാറുമല്ല ഈ സിറ്റുവേഷൻ ചെയ്യേണ്ടത്. ദാവീദ് കടന്നുപോലെ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവസന്നിധിയിൽ കടന്ന് പ്രാർത്ഥിക്കുക, ആ ക്ഷമയ്ക്ക് വേണ്ടി ചോദിക്കുക. അവർ ഗോഡ് വിൽ റിസ്റ്റോർ. നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പായിരുന്നാലും, യെശയ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, എന്റെ പാപങ്ങൾ കടും ചുമപ്പായിരുന്നാലും ഞാൻ എന്നെ ഹിമം പോലെ വെളുപ്പിക്കും. രക്താംബരം പോലെ ചുമന്നിരുന്നാലും അത് പഞ്ഞി പോലെ ആയിത്തീരും. ഹല്ലേലൂയ. ഇറ്റ്സ് എ ടൈം ടു കം ബാക്ക് ടു ജീസസ്. യേശുവിലേക്ക് വീണ്ടും കടന്നു വരുവാനുള്ള സമയമാണ് ചിലരുടെ ജീവിതത്തിൽ. അടുത്തത്, ഹി ക്യാൻ റിസ്റ്റോർ അവർ സോൾ. ദാവീദിന്റെ സങ്കീർത്തനമാണ്, സങ്കീർത്തനം 23. അതിലിങ്ങനെയാണ് പറയുന്നത്, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അടിയത്തേക്ക് എന്നെ നടത്തുന്നു, എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. He restored my soul. He leadeth me in the paths of righteousness for his name's sake. ഹല്ലേലൂയ. നമ്മുടെ സോൾ ദൈവം റിസ്റ്റോർ ചെയ്ത് തരും. ഒരുവൻ സർവ്വ ലോകവും നേടിയാലും, ഈ മലയാളത്തിൽ ആത്മാവെന്ന, പക്ഷെ ഇംഗ്ലീഷിൽ സോൾ എന്ന് എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ സോൾ നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എന്ത് ഫലം എന്ന് കർത്താവ് ചോദിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് സോൾ, ഹല്ലേലൂയ, ദൈവത്തോടൊപ്പം നിത്യകാലം ജീവിക്കേണ്ടതാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഒന്നല്ലെങ്കിൽ നിത്യമരണം, ഒന്നല്ലെങ്കിൽ നിത്യജീവൻ. ഹല്ലേലൂയ. നിശ്ചയിക്കുന്നത് നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നോ ഇല്ലയോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഹി റിസ്റ്റോർസ് യുവർ സോൾ. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, രക്ഷിക്കപ്പെടാത്തവർക്ക് ഓൾറെഡി യുവർ സോൾ ഈസ് ലോസ്റ്റ്. ഇഫ് യു ബിലീവ് ഇൻ ജീസസ് യു ക്യാൻ ഗെയിൻ ഇറ്റ്. ഹല്ലേലൂയ. യേശുവിൽ വിശ്വസിക്കുക. ഹി വിൽ റിസ്റ്റോർ യുവർ സോൾ. നെക്സ്റ്റ്, കർത്താവിനെ എവിടെയാണ് റീസ്റ്റോർ ചെയ്യാൻ കഴിയുന്നത്? എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും പല പ്രിസണിലാണ്. ഒരു സ്പിരിച്വൽ പ്രിസണിലായിരിക്കാം, അല്ലെങ്കിൽ പല രീതിയിൽ ഒരു സ്പിരിച്വലി നിങ്ങൾ ബൗണ്ടായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ബൗണ്ടായിട്ടിരിക്കുന്ന സിറ്റുവേഷൻ, ഒരു പ്രിസൺ നിങ്ങൾക്ക് ചുറ്റുമായി വേലികളുള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന പല സമയങ്ങളുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പുറത്ത് കിടക്കാൻ കഴിയാതെ വണ്ണം, അല്ലെങ്കിൽ മറ്റൊന്നും കൂടുതൽ ചെയ്യാൻ കഴിയാതെ വണ്ണം നമ്മളെ പിശാചിങ്ങനെ ഞെരുക്കിയിട്ടിരിക്കുന്ന പോലെ സിറ്റുവേഷനിലൂടെ അല്ലെങ്കിൽ കടന്നു പോകുന്ന സമയങ്ങളായിരിക്കാം നിങ്ങൾക്ക്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ദൈവം നിങ്ങളെ അവിടുന്ന് പുറത്ത് കൊണ്ടുവരുമ്പോൾ ഹി വിൽ റിസ്റ്റോർ. ഹല്ലേലൂയ. സഖറിയ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 12-ാം വാക്യം, പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വരുവാൻ ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകുമെന്ന് ഞാൻ ഇന്ന് തന്നെ പ്രസ്താവിക്കുന്നു. Turn you to stronghold, ye prisoners of hope. Even today to do I declare that I will render double unto you. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ ഹല്ലേലൂയ ദൈവം ഡബിളായി തിരിച്ചു വരും. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നു. 61-ന്റെ 7-ാം വാക്യം, നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായ പ്രതിഫലം കിട്ടും, ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. അങ്ങനെ അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും, നിത്യാനന്ദം അവർക്കുണ്ടാകും. ഹല്ലേലൂയ. അതിന്റെ 3-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീരിന് പകരം അലങ്കാരപാല. God will give you beauty for ashes.
ഇയ്യോബിനെ പോലെ നഷ്ടപ്പെട്ട സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഹല്ലേലൂയ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഹല്ലേലൂയ ചാരമായതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയും. ഹല്ലേലൂയ ചാരമായതുപോലും ദൈവത്തിന് ബ്യൂട്ടിയാക്കി മാറ്റാൻ പറ്റുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കും. നിങ്ങൾ അനോയിന്റഡ് ആവുമ്പോൾ ഹല്ലേലൂയ മറ്റുള്ളവരുടെ ജീവിതത്തിലും ഇത് ചെയ്യാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ പിതാവായ അബ്രഹാം വിശ്വസിച്ചതുപോലെ വിശ്വസിക്കാം. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശിൽ വരേണ്ടതിനാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ ശാപമാക്കപ്പെട്ടത് എന്ന് ഗലാത്യർ 3 നമുക്ക് കാണാൻ കഴിയുന്നു. പക്ഷേ ഹല്ലേലൂയ അബ്രഹാമിന്റെ വിശ്വാസം നമുക്ക് വേണം അത് പ്രാപിക്കാൻ. അബ്രഹാമിന്റെ വിശ്വാസം എങ്ങനെയായിരുന്നു? എബ്രായ ലേഖനം 11 അധ്യായം അതിന്റെ 19 വാക്യം ഇങ്ങനെയാ വായിക്കുന്ന: മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുവാൻ ദൈവം ശക്തനെ എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. 11:17 മുതൽ വായിക്കുമ്പോൾ നമുക്ക് അബ്രഹാമിന്റെ വിശ്വാസം കാണാൻ കഴിയും. വിശ്വാസത്തിൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്ന അരുളപ്പാട് ലഭിച്ചു വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു. അപ്പൊ ദൈവം യാഗം അർപ്പിക്കാൻ അബ്രഹാമിനോട് പറഞ്ഞു, ബേൺ ഓഫറിംഗ് ചെയ്യാൻ പറഞ്ഞപ്പോ അബ്രഹാം അതിന് മടിക്കാത്തതിന്റെ കാരണം, എനിക്കൊരു വാഗ്ദത്ത സന്തതി തരുമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്. എനിക്കുണ്ടായ ഈ വാഗ്ദത്ത സന്തതി ദൈവത്തിന് കൊടുത്താൽ പോലും അടുത്ത വാക്യം നമുക്ക് കാണാൻ കഴിയും: മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുവാൻ ദൈവം ശക്തനെ എണ്ണുകയും അവരുടെ ഇടയിൽ നിന്നും എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. അപ്പോ അബ്രഹാം വിശ്വസിച്ചു, എന്റെ മകനെ ഞാൻ ബേൺ ഓഫറിംഗ് ചെയ്ത ചാരമായ പോലും ആ ചാരത്തിൽ നിന്ന് ദൈവത്തിന് ഉയർപ്പിക്കാൻ കഴിയും. Hallelujah. He believed who God is. He can restore from even ashes. He can restore our life from even ashes. ചാരമായ പോലും അതിൽ നിന്ന് ഉയർപ്പിക്കാൻ ദൈവത്തിന് കഴിയും. Hallelujah. That is Isaiah 61:3 says, Hallelujah. Beauty. He can give beauty for ashes. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ റിസ്റ്റോർ ചെയ്തിട്ടെ, ഹല്ലേലൂയ, അതിനൊരു ബ്യൂട്ടിയാക്കി തരട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. കത്തിച്ചാമ്പലായി വെണ്ണീറായി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സിറ്റുവേഷനെ പോലും ദൈവത്തിന് ഹല്ലേലൂയ റിസ്റ്റോർ ചെയ്ത് മടക്കി തരാൻ, അല്ലെങ്കിൽ അതിലും സൗന്ദര്യമുള്ളതായിട്ട് ദൈവത്തിന് തരാൻ മതിയായവനാണ്. റോമലേഖനം 5 അധ്യായത്തിൽ 5 പ്രാവശ്യം നമുക്ക് കാണാം, ഹി ക്യാൻ ഗീവ് മച്ച് മോർ, മച്ച് മോർ, മച്ച് മോർ ജസ്റ്റിഫിക്കേഷൻ. ദൈവം എപ്പോഴും നമുക്ക് തരുന്നത് മച്ച് മോർ ആയിരിക്കും. ഒരു ഡിക്ഷണറി പദം റിസ്റ്റോറേഷന് നമുക്ക് നഷ്ടപ്പെട്ട് തിരികെ തരുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ബിബ്ലിക്കൽ റിസ്റ്റോറേഷൻ, ഹി ഗീവ് മച്ച് ആൻഡ് ബെസ്റ്റ് ക്വാളിറ്റി, മച്ച് മോർ, ഡബിൾ പോർഷൻ, മച്ച് മോർ, ദ ബെസ്റ്റ് ക്വാളിറ്റി ദൈവത്തിന് തരാൻ കഴിയും. മറ്റൊന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ കള്ളം നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ശത്രുക്കൾ നഷ്ടപ്പെടുത്തിയത്. പ്രോവേർബ്സ് സദൃശ്യവാക്യം 6:31 ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്: അവനെ പിടികിട്ടിയാൽ അവൻ 7 ഇരട്ടി മടക്കി കൊടുക്കാം, തന്റെ വീട്ടിലെ വസ്തുവകയൊക്കെയും കൊടുക്കാം. ബട്ട് ഇഫ് ഹി ബി ഫൗണ്ട്, തീഫ് ബി ഫൗണ്ട്, മീൻസ് ദ ഡെവിൾ ഈസ് ഫൗണ്ട്, he shall restore sevenfold. He shall give all the substance of his house. Hallelujah. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട തന്നെ 7 മടങ്ങായി റിസ്റ്റോറേഷൻ ഈ വചനപ്രകാരം നമ്മുടെ അവകാശമാണ്. Hallelujah. Stotram. God is a God of restoration. Hallelujah. God is a God of restoration. God is a God of restoration. God is a God of restoration. Hallelujah. എല്ലാവരും പറഞ്ഞേ, God is a God of restoration. My God is a God of restoration. വീണ്ടും കൂടുതലായ റിസ്റ്റോറേഷനെ കുറിച്ചും റിവൈവലിനെ കുറിച്ചും റിന്യൂവലിനെ കുറിച്ചും ദൈവവചനത്തിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അടുത്ത എപ്പിസോഡുകളിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് പ്ലീസ് പ്ലീസ്. നിങ്ങൾക്ക് ഇത് അനുഗ്രഹമാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. പല ഗ്രൂപ്പുകളിലേക്ക്, പല വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാവർക്കും ഈ മെസ്സേജ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനലിൽ നിന്ന് വരുന്ന എല്ലാ യൂട്യൂബ് മെസ്സേജസും വീഡിയോസും നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. അതും നിങ്ങളുടെ ജീവിതത്തിലും ഞങ്ങൾക്കും ഒരു അനുഗ്രഹമായിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ ജീവിതത്തിൽ ഞാൻ ഈ മിനിസ്ട്രിയുമായിട്ട് സ്പിരിച്വലി, ഫിനാൻഷ്യലി, ഹല്ലേലൂയ, സ്തോത്രം, ഇമോഷണലി, ഫിസിക്കലി എല്ലാം കണക്റ്റഡ് ആയിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു റിസ്റ്റോറേഷൻ ഉണ്ടാവട്ടെ, റിന്യൂവൽ ഉണ്ടാവട്ടെ, ഒരു റിവൈവലിന്റെ ഒരു സീസൺ അങ്ങ് തുറന്നിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. പ്രാർത്ഥന കൈക്കൊണ്ടതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ മിനിസ്ട്രിയുമായിട്ട് കണക്ട് ചെയ്യുക, സൂം മീറ്റിംഗുമായി കണക്ട് ചെയ്യുക. ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കാം. താഴെ കാണുന്ന മൊബൈൽ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ, വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ, നിങ്ങളുടെ പേരും സ്ഥലവും നിങ്ങളുടെ പ്രാർത്ഥന വിഷയം ഇട്ടാൽ ഞങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത മെസ്സേജിന് വേണ്ടി കാത്തിരിക്കുക. ഗോഡ് ബ്ലസ് യു ആൾ.